ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരത്തിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു, മനസ്സ് നിറയെ പ്രണയവുമായി റീനു. ഇത്തിരി പൊരുമൻ വ്യർത്ഥമോഹങ്ങളെ തള്ളിക്കളഞ്ഞ് പറന്നുപോയൻ ജീവനെ നീ പകരം ഓരോ നിലവും പകർത്തി വയ്ക്കുന്നു ഞാൻ എൻ്റെ വാതായനങ്ങളിൽ. നീ ഇറുത്തുവയ്ക്കും സന്ധ്യാപുഷ്പങ്ങൾ പകർത്തി വയ്ക്കുന്നു ഞാൻ ഏകാന്തതയിൽ. അനന്തമാം സ്നേഹസ്വനങ്ങളായിരുന്നു. ഒരുപാട് ലവ് പോയിംസ് എനിക്ക് തോന്നുന്നു വിരഹത്തിൽ നിന്നാണ് വരുന്നതെന്ന്. പ്രണയത്തിലാവുമ്പോൾ നമ്മളൊക്കെ കാമുകനും കാമുകിയും കാമുകനും കാമുകിയെന്ന് ഒരു കവിയും കവയിത്രിയും ഒക്കെ ആയി മാറുമെന്ന് പറയാറുണ്ടെങ്കിലും കവിതകൾ കൂടുതലും വിടരാറ് ഈ വിരഹത്തിലാണ്, അയാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. പക്ഷെ നഷ്ടപ്രണയങ്ങളെക്കുറിച്ച് പറയാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരമാണ്. 1 മണി വരെ റീനുവിൻ്റെ കൂടെ ആയിരിക്കണം. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ബൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. ഈ ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ലവ് ബൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റി ഗസ്റ്റും എല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ലവ് ബൈറ്റ്സ് റീനു. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ലവ് ബൈറ്റ് ചെയ്യുമോ, ലവ് ബൈറ്റ് ചെയ്യുമോ? ചോദ്യത്തിന് ഉത്തരം തരാതെ മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അതെ. പിന്നെ ഇവിടെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപർണ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നിൽ നിന്നും എത്രയൊക്കെ നീ അകന്നു പോയാലും നിൻ്റെ പിന്നാലെ ഞാൻ വന്നുകൊണ്ടേയിരിക്കും. നീ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നീ എൻ്റേതാണ്, എൻ്റേതാകണം, ആകെ പറ്റൂ. ആൾക്ക് പേരൊന്നും തന്നിട്ടില്ല. എത്ര ജന്മം വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കാം. ഞാനല്ലാതെ മറ്റൊരാൾ നിന്നെ സ്വന്തമാക്കുന്നത് ഞാൻ സഹിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം തരണം കേട്ടോ. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഹായ് റീനു, പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ മൈ ഡിയർ സണ്ണി ചായൻ എന്ന ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ ലവ് യു കിച്ചു എന്ന യോർ ലവ് ആണ് അയച്ചിരിക്കുന്നത്. ഓഹോ, കൊള്ളാലോ. പിന്നെ എൻ്റെ പക്രുക്കുട്ട, നിന്നെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു. നീ എൻ്റെ അടുത്തേക്ക് വരാത്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട റാണി, ഐ ലവ് യു സോ മച്ച്, പ്ലീസ് ലവ് മീ ഡിയർ എന്ന പ്രവീൺ. My love is like a rose. It is beautiful at the same time. It has painful thorns, but I love having pain. So I love you, Nirmal. I'm sorry da എന്ന് അപ്പു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സോറിയൊക്കെ പറയാൻ പാകത്തിന് എന്നാ സങ്കടം അവിടെ ഉണ്ടായിരിക്കുന്നത്? ഉണ്ടോ അങ്ങനെ ഒരു സങ്കടം ഉണ്ടോ? അതെ, നിങ്ങൾക്കിങ്ങനെ ഒരു മെസ്സേജ് ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലേക്ക് അയക്കണം. നമ്പർ 567678. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഐ ലവ് യു ഇക്ക എന്ന് റഹ്ന അയച്ചിട്ടുണ്ട്. എൻ്റെ ജീവൻ്റെ ജീവനായ ഏട്ട, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ ഏട്ടാന്നൊക്കെ വിളിച്ചിട്ട് നിന്നേന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ആദ്യമായി കണ്ടത് ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഏട്ടനോട് എന്തൊരു ദേഷ്യമായിരുന്നു. എന്തോരം കഷ്ടപ്പെട്ടു ഏട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഏട്ടൻ്റെ പുറകെ നടക്കേണ്ട അവസ്ഥയായില്ലേ. ആദ്യത്തെ എൻ്റെ ദേഷ്യമാണ് എപ്പോഴും എന്നോട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഓരോ വഴക്കിനും എൻ്റെ അടുത്ത് ഇത്രയും ചൂടാവുന്നത്? എൻ്റെ ഏട്ടനില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് രമ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹായ് റീനു, പ്ലീസ് ഈ മെസ്സേജ് വായിക്കണം. എൻ്റെ പേര് സജു എന്നാണ്. എനിക്കൊരാൾ ഒരുപാട് ഇഷ്ടമാണ്. ഹീസ് മൈ സീനിയർ. ലവ് യു അഹ്മദ്, ലവ് യു so much. I'm waiting for your call dear. Love you. ഓഹോ, സീനിയേഴ്സിനെയൊക്കെ പ്രണയിക്കാം. റാഗിങ്ങിൽ നിന്ന് ഒഴിവാനാണോ അതോ റാഗിങ്ങിലൂടെയാണോ ഈ പ്രണയം വളർന്നത്? പിന്നെ ചന്ദ്രുവിനൊരു മെസ്സേജ് ഷബാന അയച്ചു തന്നിട്ടുണ്ട്. ഈ ചന്ദ്രു എന്നുള്ള പേര് വിളിക്കാൻ ഭയങ്കര രസമല്ലേ. പിന്നെ ശോഭന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് മൈ ഡിയർ ബാലേട്ട, ഞാൻ താങ്കളെ ഒരുപാട് ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. പ്ലീസ് എൻ്റെ അടുത്തേക്ക് വരില്ലേ? പിന്നെ ജുമാന ഒരു മെസ്സേജ് ഹാസിം അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ലേഖ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീജിത്തിന് വേണ്ടി. ഈ ലേഖ, ശ്രീജിത്ത്, ഇങ്ങനത്തെ കുറേ കോമൺ നെയിംസ് ഉണ്ട്. അഞ്ജു, അഞ്ജലി, അച്ചു, കിച്ചു, ഇങ്ങനെയൊക്കെ വായിച്ചു കഴിയുമ്പോൾ ശരിക്കും ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ഇതേ ആൾ തന്നെയാണോ. പിന്നെ നമ്പർ കാണുമ്പോൾ ഒരു സമാധാനമാണ്, ഇല്ല അത് വേറെ ആൾ അയച്ചുകൊണ്ടിരിക്കണം. ഇതേപോലെ യു ഓൾ കീപ് സെൻഡിങ് ഇൻ യുവർ മെസ്സേജസ്. എനിക്ക് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.
ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരത്തിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു, മനസ്സ് നിറയെ പ്രണയവുമായി റീനു. ഇത്തിരി പൊരുമൻ വ്യർത്ഥമോഹങ്ങളെ തള്ളിക്കളഞ്ഞ് പറന്നുപോയൻ ജീവനെ നീ പകരം ഓരോ നിലവും പകർത്തി വയ്ക്കുന്നു ഞാൻ എൻ്റെ വാതായനങ്ങളിൽ. നീ ഇറുത്തുവയ്ക്കും സന്ധ്യാപുഷ്പങ്ങൾ പകർത്തി വയ്ക്കുന്നു ഞാൻ ഏകാന്തതയിൽ. അനന്തമാം സ്നേഹസ്വനങ്ങളായിരുന്നു. ഒരുപാട് ലവ് പോയിംസ് എനിക്ക് തോന്നുന്നു വിരഹത്തിൽ നിന്നാണ് വരുന്നതെന്ന്. പ്രണയത്തിലാവുമ്പോൾ നമ്മളൊക്കെ കാമുകനും കാമുകിയും കാമുകനും കാമുകിയെന്ന് ഒരു കവിയും കവയിത്രിയും ഒക്കെ ആയി മാറുമെന്ന് പറയാറുണ്ടെങ്കിലും കവിതകൾ കൂടുതലും വിടരാറ് ഈ വിരഹത്തിലാണ്, അയാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. പക്ഷെ നഷ്ടപ്രണയങ്ങളെക്കുറിച്ച് പറയാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരമാണ്. 1 മണി വരെ റീനുവിൻ്റെ കൂടെ ആയിരിക്കണം. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ബൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. ഈ ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ലവ് ബൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റി ഗസ്റ്റും എല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ലവ് ബൈറ്റ്സ് റീനു. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ലവ് ബൈറ്റ് ചെയ്യുമോ, ലവ് ബൈറ്റ് ചെയ്യുമോ? ചോദ്യത്തിന് ഉത്തരം തരാതെ മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അതെ. പിന്നെ ഇവിടെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപർണ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നിൽ നിന്നും എത്രയൊക്കെ നീ അകന്നു പോയാലും നിൻ്റെ പിന്നാലെ ഞാൻ വന്നുകൊണ്ടേയിരിക്കും. നീ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നീ എൻ്റേതാണ്, എൻ്റേതാകണം, ആകെ പറ്റൂ. ആൾക്ക് പേരൊന്നും തന്നിട്ടില്ല. എത്ര ജന്മം വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കാം. ഞാനല്ലാതെ മറ്റൊരാൾ നിന്നെ സ്വന്തമാക്കുന്നത് ഞാൻ സഹിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം തരണം കേട്ടോ. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഹായ് റീനു, പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ മൈ ഡിയർ സണ്ണി ചായൻ എന്ന ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ ലവ് യു കിച്ചു എന്ന യോർ ലവ് ആണ് അയച്ചിരിക്കുന്നത്. ഓഹോ, കൊള്ളാലോ. പിന്നെ എൻ്റെ പക്രുക്കുട്ട, നിന്നെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു. നീ എൻ്റെ അടുത്തേക്ക് വരാത്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട റാണി, ഐ ലവ് യു സോ മച്ച്, പ്ലീസ് ലവ് മീ ഡിയർ എന്ന പ്രവീൺ. My love is like a rose. It is beautiful at the same time. It has painful thorns, but I love having pain. So I love you, Nirmal. I'm sorry da എന്ന് അപ്പു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സോറിയൊക്കെ പറയാൻ പാകത്തിന് എന്നാ സങ്കടം അവിടെ ഉണ്ടായിരിക്കുന്നത്? ഉണ്ടോ അങ്ങനെ ഒരു സങ്കടം ഉണ്ടോ? അതെ, നിങ്ങൾക്കിങ്ങനെ ഒരു മെസ്സേജ് ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലേക്ക് അയക്കണം. നമ്പർ 567678. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഐ ലവ് യു ഇക്ക എന്ന് റഹ്ന അയച്ചിട്ടുണ്ട്. എൻ്റെ ജീവൻ്റെ ജീവനായ ഏട്ട, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഏട്ടാന്നൊക്കെ വിളിച്ചിട്ട് നിന്നേന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ആദ്യമായി കണ്ടത് ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഏട്ടനോട് എന്തൊരു ദേഷ്യമായിരുന്നു. എന്തോരം കഷ്ടപ്പെട്ടു ഏട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഏട്ടൻ്റെ പുറകെ നടക്കേണ്ട അവസ്ഥയായില്ലേ. ആദ്യത്തെ എൻ്റെ ദേഷ്യമാണ് എപ്പോഴും എന്നോട് വെച്ചോണ്ടിരിക്കുന്നത്. എന്തിനാ ഓരോ വഴക്കിനും എൻ്റെ അടുത്ത് ഇത്രയും ചൂടാവുന്നത്? എൻ്റെ ഏട്ടനില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് രമ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹായ് റീനു, പ്ലീസ് ഈ മെസ്സേജ് വായിക്കണം. എൻ്റെ പേര് സജു എന്നാണ്. എനിക്കൊരാൾ ഒരുപാട് ഇഷ്ടമാണ്. ഹീസ് മൈ സീനിയർ. ലവ് യു അഹ്മദ്, ലവ് യു so much. I'm waiting for your call dear. Love you. ഓഹോ, സീനിയേഴ്സിനെയൊക്കെ പ്രണയിക്കാം. റാഗിങ്ങിൽ നിന്ന് ഒഴിവാനാണോ അതോ റാഗിങ്ങിലൂടെയാണോ ഈ പ്രണയം വളർന്നത്? പിന്നെ ചന്ദ്രുവിനൊരു മെസ്സേജ് ഷബാന അയച്ചു തന്നിട്ടുണ്ട്. ഈ ചന്ദ്രു എന്നുള്ള പേര് വിളിക്കാൻ ഭയങ്കര രസമല്ലേ. പിന്നെ ശോഭന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് മൈ ഡിയർ ബാലേട്ട, ഞാൻ താങ്കളെ ഒരുപാട് ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. പ്ലീസ് എൻ്റെ അടുത്തേക്ക് വരില്ലേ? പിന്നെ ജുമാന ഒരു മെസ്സേജ് ഹാസിം അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ലേഖ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീജിത്തിന് വേണ്ടി. ഈ ലേഖ, ശ്രീജിത്ത്, ഇങ്ങനത്തെ കുറേ കോമൺ നെയിംസ് ഉണ്ട്. അഞ്ജു, അഞ്ജലി, അച്ചു, കിച്ചു, ഇങ്ങനെയൊക്കെ വായിച്ചു കഴിയുമ്പോൾ ശരിക്കും ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ഇതേ ആൾ തന്നെയാണോ. പിന്നെ നമ്പർ കാണുമ്പോൾ ഒരു സമാധാനമാണ്, ഇല്ല അത് വേറെ ആൾ അയച്ചുകൊണ്ടിരിക്കണം. ഇതുപോലെ യു ഓൾ കീപ് സെൻഡിങ് ഇൻ യുവർ മെസ്സേജസ്. സെൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.